ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ നമുക്ക് നെഗറ്റീവ് സൈഡ്, അതായത് നമുക്ക് ജീവിതത്തിൽ എത്ര തന്നെ നമ്മൾ കഷ്ടപ്പെട്ടാലും നമ്മൾ എന്ത് തന്നെ ചെയ്താലും ഇത്തരത്തിലുള്ള നാല് കാര്യങ്ങൾ ഇത്തരത്തിലുള്ള 4 കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളുമായിട്ട് നമ്മൾ ഇടപെട്ടാൽ നമ്മൾ എത്ര ഉയർച്ചയിലായിരുന്നാലും നമുക്ക് അധപ്പതനം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾ, പുരുഷന്മാർ 2 വീട്ടരും ശ്രദ്ധിക്കണം. സ്ത്രീകളും പുരുഷന്മാരും, പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്നിടപെടുന്നത്. അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കുക. നമ്മൾ കഴിവതും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ചെന്നൊരിക്കലും ഇടപെടാതിരിക്കുക. അതായത് നമ്മുടെ ജീവിതം തന്നെ മറിയാൻ അതായത് നമ്മൾ നല്ല രീതിയിൽ ഒക്കെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് തകിടം മറിയാൻ ഇത് കാരണമാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ നെഗറ്റീവ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആ നെഗറ്റീവ്സുകളെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും. അപ്പം നമ്മൾ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറയാം. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ വന്ന് പറഞ്ഞാൽ ഉടനടി അതിന് നമ്മൾ എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യാതിരിക്കുക. ജീവിതത്തിൽ ഒരു കാര്യവും എടുത്തുചാട്ടം നല്ലതല്ല. അതുപോലെ തന്നെ നമ്മൾ ചൂതുകളി അതുപോലെ തന്നെ ഉള്ള ഒരു സംഗതി തന്നെയാണ് നമ്മുടെ ഈ പലിശയ്ക്ക് കടം കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ, അതായത് ഗരുഡ പുരാണത്തിലൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള അതായത് പലിശ മേടിച്ച് കഴിക്കുന്ന വീടുകളിൽ നിന്ന് നമ്മൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും സഹകരിക്കാൻ പോകാതിരിക്കുക. അവരിൽ നിന്ന് അല്പം മാറി നിൽക്കാൻ നോക്കുക. പ്രത്യേകിച്ച് അവരുടെ വീട് കാണുമ്പോൾ നമ്മൾ മിണ്ടുന്നു സംസാരിക്കുന്നതിൽ പ്രശ്നമില്ല. പ്രത്യേകിച്ച് അവരുമായിട്ട് കൂടുതൽ അടുപ്പത്തിന് പോകാതിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ അവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്നാൽ നമ്മൾ അവരുടെ വീട്ടിൽ എന്തെങ്കിലും നമ്മളെ ഫുഡ് കഴിക്കാൻ വിളിച്ചാലോ ഒന്നും കഴിവതും അതിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. കാര്യം അവർ കഴിക്കുന്ന ആ പാപത്തിൻ്റെ അംശം നമ്മളും കഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ പാപക്കുഴിയിൽ, അതായത് നമ്മളും ആ ഒരു പാവികളായിട്ട് മാറുന്നതായിരിക്കും. അത് നമ്മുടെ ഉയർച്ച, നമുക്ക് എന്തൊക്കെയോ എങ്കിലും ഭഗവാൻ തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇല്ലാതാവുകയും നമുക്ക് കഷ്ടകാലങ്ങൾ അടിക്കടി ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് അല്പം ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഉള്ള ഒരു സംഗതിയാണ് നമ്മൾ കഴിവതും നമ്മൾ ജീവിതത്തിൽ മാറി നിൽക്കേണ്ട, അതായത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു സംഗതിയാണ്. സ്ത്രീകളൊക്കെ ഒരു സ്വഭാവമുണ്ട്, അവർ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് ആണുങ്ങളായിരിക്കും ജോലിക്ക് പോവുക. 2 കൂട്ടരും ജോലിക്ക് വന്നൊരു പ്രശ്നമില്ല. അങ്ങനെയൊക്കെ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾ അയൽ വീടുകളിൽ പോയിരുന്ന് മറ്റുള്ളവരുടെ കുറ്റവും കുറവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ഒരു പ്രവണത ചില സ്ത്രീകളിൽ കാണുന്നുണ്ട്. അത് കഴിവതും അങ്ങനെയുള്ള പോക്ക് തന്നെ നിങ്ങൾ ഒഴിവാക്കുക. അങ്ങനെയുള്ള പോക്കുകൾ തന്നെ, അതായത് മറ്റുള്ളവരുടെ കുറ്റം പറയുക, അതിൽ നമ്മൾ കേൾക്കുന്നത് ചിലപ്പോൾ നമ്മൾ വേറൊരാളോട് പറയും. അത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇങ്ങനെ ഉള്ള ഈ സംസാര രീതികൾ, ഇങ്ങനെ അയൽ വീടുകളിൽ നമ്മൾ ആവശ്യമില്ലാതെ പോയിരിക്കുന്നത് തന്നെ തെറ്റാണ്. അപ്പോൾ ആവശ്യങ്ങൾക്ക് സഹകരിക്കുക, അത് കുഴപ്പമില്ല. അത് നമ്മളുടെ വീട്ടിൽ നെഗറ്റീവ്സ് വരാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അയൽ വീടുകളിൽ പോയിരിക്കുന്നത്, പ്രത്യേകിച്ച് സന്ധ്യാസമയം കഴിഞ്ഞതിന് ശേഷം ഒട്ടും പോകാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ അയൽ വീടുകളിൽ
പോയിരിക്കുന്ന ആ പ്രവണത നമുക്ക് ഭാഗ്യദേവത എന്തെങ്കിലും കടാക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ദേവിയുടെ അനുഗ്രഹം പോലും നമുക്ക് ഇല്ലാതാവുന്നതാണ്. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകളും പുരുഷന്മാരും രണ്ടു കൂട്ടരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഉണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവർക്കും ഒരു ഇതാണ് കുറച്ച് ടൈം കിടന്ന് ഉറങ്ങുക എന്നുള്ളത്. അപ്പോൾ ആ ഉറക്കം അങ്ങ് ഒഴിവാക്കണം. കാര്യമെന്ന് വെച്ചാൽ പ്രായമായ ആളുകളെ ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ ഓട്ടോമാറ്റിക്കലി അവർക്ക് ക്ഷീണമൊക്കെ കൊണ്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോവായിരിക്കാം. പക്ഷേ എങ്കിൽ കഴിവതും നമ്മൾ ആ സമയത്ത് ഒന്നുകിൽ പ്രാർത്ഥനയിൽ മുഴുകുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്കുക. ശരിയാണ്, നമുക്ക് റെസ്റ്റ് ടൈമാണ്, കുറച്ച് സമയം വിശ്രമിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേങ്കിൽ ചിലരുടെ ഒരു പ്രവണതയാണ് രാവിലെ എഴുന്നേറ്റ് ഫുഡും എല്ലാം എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ കിടന്ന് കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിട്ട് ഹസ്ബൻഡ് ജോലിക്കും പോയി കഴിഞ്ഞിട്ട് അവർ ചിലപ്പോൾ കിടന്ന് പിന്നെ അവർക്ക് ഡ്യൂട്ടിയൊന്നും ഇല്ല, അപ്പം കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചിട്ട് ഫുൾ ടൈം കിടന്ന് അങ്ങ് ഉറങ്ങും. പക്ഷെ അത് ഏറ്റവും വലിയ ദോഷമാണ് വീട്ടിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെയധികം ദോഷങ്ങൾ ഭവനത്തിൽ വരികയും അതുമൂലം, അതായത് എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് പകലുറക്കം അത്ര നല്ലതല്ലെന്ന്. ദേവീ സാന്നിധ്യം നമ്മളിൽ നിന്ന് നഷ്ടമാകാതെ ഭഗവത് ചൈതന്യം തന്നെ നമുക്ക് നഷ്ടമാവുകയും അവിടെ മഹാലക്ഷ്മിക്ക് പകരം മൂദേവി വന്ന് വാഴാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പകലുറക്കം നല്ലതല്ല. പിന്നെ പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് അസുഖമുള്ളവർ പോലും സന്ധ്യാസമയത്ത് ഒട്ടുമേ ഉറങ്ങാൻ പാടില്ല. അസുഖമുള്ളവർ പോലും എഴുന്നേറ്റിരുന്ന് സന്ധ്യാവന്ദനം കഴിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. കാലം കഴിയും മുഖം കഴിയിട്ടു വന്ന് നമുക്ക് നാമം ഉറക്കം ജപിക്കാൻ വയ്യെങ്കിൽ പോലും മനസ്സിൽ ഭഗവാനെ ഒന്ന് വിളിക്കുക, മനസ്സ് ഭഗവാനിൽ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുക. അതല്ലാതെ സന്ധ്യാസമയത്ത് ഒട്ടും എത്ര രോഗികളാണെങ്കിൽ പോലും കിടന്നുറങ്ങരുത്. പിന്നെ അതുപോലെ രോഗശയ്യയിലായവരോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അല്ലാതെ കഴിവതും അല്പമെങ്കിലും നമ്മളെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഇതുള്ളവർക്ക് ഒരിക്കലും ആ ടൈമിൽ കിടന്ന് ഉറങ്ങാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അത് നമുക്ക് വീട്ടിൽ ഭാഗ്യങ്ങൾ വരുന്നതിന്, അതായത് ഭാഗ്യങ്ങൾ വരുന്നതിന് പകരം നെഗറ്റീവ്സ് ആയിരിക്കും നമ്മുടെ വീട്ടിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പാടില്ല. അതുപോലെ സന്ധ്യാസമയത്ത് ഒരിക്കലും കുഞ്ഞുങ്ങളൊക്കെ എത്ര നിർബന്ധം പിടിച്ചാലും നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ പാടില്ല. അതിന് മുന്നേ തന്നെ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് മുന്നേ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തിരിക്കുക. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിലെ ദുരിതങ്ങളൊക്കെ ഒത്തിരി ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. സന്ധ്യാസമയത്ത് ഒരിക്കലും കുഞ്ഞുങ്ങളെന്നല്ല മുതിർന്നവരും ഫുഡ് കഴിക്കാൻ പാടുള്ളതല്ല. പിന്നെ മറ്റൊരു നെഗറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ, അതായത് ആവശ്യമില്ലാതെ അധിക ചിലവുകൾ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കണ്ട് നമ്മൾ ഭ്രമിക്കരുത്. മറ്റുള്ളവർ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ഭ്രമിച്ച് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ കടം മേടിച്ചിട്ടൊക്കെ ആണെങ്കിലും നമ്മൾ ആ ആഡംബര സാധനങ്ങൾ വീട്ടിൽ വാങ്ങും. അങ്ങനെ മറ്റൊരു വീട്ടിൽ ചെയ്യുന്നത് കണ്ട് അതുപോലെ നമ്മുടെ വീട്ടിലും ചെയ്യണമെന്ന് വിചാരിക്കും. നമ്മുടെ ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ മേടിച്ച് വയ്ക്കുക. അതല്ലാതെ മറ്റുള്ളവർ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അതുകൊണ്ട് എൻ്റെ വീട്ടിലും ഇത് ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് കൂടുതൽ മോടി പിടിപ്പിക്കാനും കൂടുതൽ നമ്മുടെ പൈസയ്ക്കൊക്കെ ജീവിക്കാൻ നോക്കുക. അല്ലാതെ അതും നമ്മുടെ വീട്ടിൽ നെഗറ്റീവ്സ് കൊണ്ടുവരുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു ചിന്താഗതി മറ്റുള്ളവരെ കണ്ടിട്ട് അതുപോലെയുള്ള ജീവിക്കൽ മൂലം നമുക്ക് വലിയ കടബാധ്യതകളിലും നമ്മൾ ചെന്നുപെടാറുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ സന്ധ്യാസമയത്തുള്ള കുളി അതും നല്ലതല്ല. സന്ധ്യാസമയത്ത് കുളിക്കുന്നത് പണ്ടൊക്കെ പറയുന്നത് കേൾക്കാം. സമയത്ത് കുളി എന്ന് പറയുന്നത് യക്ഷിക്കുളിയാണ്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും സന്ധ്യാസമയത്ത് കുളിക്കാൻ പാടില്ല. അതിന് മുന്നേ തന്നെ ഒരു 4 o'clock കഴിയുമ്പോഴേ തന്നെ കുളിച്ച് ഫ്രഷായിട്ടിരിക്കാൻ നോക്കുക. അതല്ലാതെ സന്ധ്യാസമയങ്ങളിൽ കുളിക്കുന്നത് അത്ര നല്ലതല്ല. വീട്ടിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും അതുപോലെ തന്നെ ദേവീ സാന്നിധ്യവും തന്നെ ഇല്ലാതാവുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉള്ള സമയമാണല്ലോ സന്ധ്യാസമയം എന്ന് പറയുന്നത്. ആ സമയത്ത് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളായാലും പുരുഷന്മാരായാലും കുളിക്കാൻ പാടുള്ളതല്ല. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഇത്തരത്തിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വീട്ടിൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളൊക്കെ ദേവിയുടെ അനുഗ്രഹത്താൽ വരുത്താൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ചൊവ്വ വെള്ളിയൊക്കെ ദിവസങ്ങൾ വരുമ്പോൾ
നമ്മുടെ വീട് കഴിവതും നന്നായിട്ട് വൃത്തിയായിട്ട് തുടയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വിനെഗർ, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ വാട്ടറിൽ ഇത് മൂന്നും കൂടെ കലർത്തി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തറയൊക്കെ തുടയ്ക്കാൻ നോക്കുക. അതും നമ്മുടെ വീടുകളിൽ നെഗറ്റീവ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങൾ വരാൻ അത് സഹായിക്കുന്നതായിരിക്കും. ഇങ്ങനെ കഴിവതും എന്നും തുടയ്ക്കാമെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ്. എന്നും പറ്റാത്തവർ ചൊവ്വയോ വെള്ളിയോ ദിവസങ്ങളിൽ ചെയ്യുന്ന ദേവീ സാന്നിധ്യം, ദേവിയുടെ അനുഗ്രഹം കൂടുതൽ വർദ്ധിക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഉപ്പ് പാത്രത്തിൽ, അതായത് കല്ലുപ്പ് ഒരു ജാറ് നിറയെ എടുത്തിട്ട് നമ്മുടെ അലമാരിയിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചിരിക്കുക. അത് നമ്മുടെ വീട്ടിൽ നെഗറ്റീവ്സ് ഒന്നും വരാതെ, നമ്മുടെ പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ, ദേവിയുടെ അനുഗ്രഹം വരാൻ നല്ലതായിരിക്കും. പക്ഷേ ഞാൻ ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ കല്ലുപ്പ് മാത്രം എടുത്ത് വെച്ചാൽ പോരാ, നമ്മൾ അധ്വാനം കൂടെ വേണം. എങ്കിൽ മാത്രമേ ധനാഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അല്പമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ നെഗറ്റീവ്സിനെ എല്ലാം നമുക്ക് മാറ്റി വീട്ടിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതുപോലെ സന്ധ്യാസമയത്ത് കൃത്യമായിട്ട് വിളക്ക് വെക്കുക. രാവിലെ കഴിവതും സ്ത്രീജനങ്ങൾ നോക്കുമെങ്കിൽ കുളിച്ചിട്ട് വിളക്ക് വെക്കാൻ നോക്കുക. രാവിലെ പുരുഷന്മാർ കത്തിക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ത്രീകൾ കത്തിക്കുക, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ രാവിലെയും വൈകിട്ടും ദീപം തെളിയിക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ കുളിച്ചിട്ട് പ്രഭാത സ്നാനം കഴിഞ്ഞിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുകയാണെങ്കിൽ അത് അത്രയും ഭവനത്തിന് ഐശ്വര്യമായിരിക്കും കൊണ്ടുവരിക. അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ.